മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CMR ഫണ്ടിലേക്ക് നമ്മുടെ ഒരു ഹൈസ്കൂളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചു. ഡൊണേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു സ്കൂൾ പി ടി എ 3 ഗ്രൂപ്പുകളാക്കി തിരിഞ്ഞു. സ്കൂൾ പി ടി എ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഇങ്ങനെ 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ട് ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ PTA അംഗങ്ങളിൽ നിന്നൊക്കെ ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചു. അവർ തീരുമാനിച്ച തുക മൊത്തം അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് 15,000 ആണ്. 15,000 രൂപയാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു സ്കൂളിലെ PTA തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചു. 15,000 rupees ആണ് മൊത്തം കൊടുക്കാൻ അവർ ഉദ്ദേശിച്ചത്. ഇവിടെ ചെറിയൊരു പ്രശ്നം, രണ്ടാമത്തെ ഗ്രൂപ്പ് പിരിച്ചെടുത്ത എമൗണ്ട് 3,730 രൂപയാണ്. 3,730 ആണ്. ഈ ചോദ്യം ഞാൻ തരുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇത്തരം ഒരു ചോദ്യം വരാറുണ്ട്. പക്ഷെ ഞാൻ തരുന്നത് കുറച്ച് ഹയർ ലെവൽ ചോദ്യമാണ്. നിങ്ങളുടെ മക്കൾ സ്വന്തമായിട്ട് ഈ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരം ചോദ്യം നിങ്ങളുടെ കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ നിന്ന് അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ നിന്ന് നേരിടാൻ കഴിയും. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക. മൊത്തം 15,000 രൂപ തിരിച്ച് അയക്കണമെന്നാണ് തീരുമാനിച്ചത്. അതില് രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ എമൗണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, തേർഡ് ഗ്രൂപ്പ്, അതായത് മൂന്നാമത്തെ ഗ്രൂപ്പ് 370 രൂപ ലെസ് ആണ് ദാൻ ഫസ്റ്റ് ഗ്രൂപ്പ്. ആദ്യത്തെ ഗ്രൂപ്പിനേക്കാൾ മൂന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചെടുത്തത് 370 rupees ലെസ്, കുറവാണ്. എന്നാൽ ആദ്യത്തെ ഗ്രൂപ്പിനേക്കാൾ 370 രൂപ കുറവാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചെടുത്തത്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, മൂന്നാമത്തെ ഗ്രൂപ്പ്, അതായത് ഈ തേർഡ് ഗ്രൂപ്പ്, 3ഉം 2ഉം തമ്മിലുള്ള പ്രശ്നം, മൂന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചതിനേക്കാൾ 760 രൂപ കൂടുതലാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് പിരിച്ചെടുത്തത്. അപ്പൊ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ എമൗണ്ട് മാത്രം തന്നുകൊണ്ട് 3 ഗ്രൂപ്പുകളും പിരിച്ചെടുത്ത എമൗണ്ട് എത്രയായിരിക്കും എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ഹൈസ്കൂൾ ഇത് സംഭാവന കൊടുക്കുകയാണ്. 15,000 rupees ആണ് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ സ്കൂൾ PTA 3 ഗ്രൂപ്പുകളായി ഇതിനെ തിരിച്ചു. 3 ഗ്രൂപ്പുകളായിട്ട് സംഭാവന കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ 370 രൂപ കുറവാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചത്. മൂന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ 760 രൂപ കൂടുതലാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് പിരിച്ചത്. രണ്ടാമത്തെ ഗ്രൂപ്പ് പിരിച്ചെടുത്ത തുക 3,730 രൂപയാണെങ്കിൽ മൂന്ന് ഗ്രൂപ്പുകളും കൂടി ആകെ പിരിച്ച തുക എത്ര? പിരിച്ചെടുത്ത തുക എത്ര? ഇനിയും പേരൻസിനോട് ചോദിക്കട്ടെ, ചോദ്യം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ സാറേ, ഒന്ന് ആ ചോദ്യം സാറിനൊന്ന് വായിച്ചു കൊടുക്കാമോ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ചോദ്യം ഒന്ന് വ്യക്തമായി കൊടുക്കാമോ? ചോദ്യം മാത്രം.
ഒരു സ്കൂളിലെ PTA കമ്മിറ്റി 15,000 രൂപ ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ PTA 3 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. അതിൽ 3 ഗ്രൂപ്പുണ്ട്, 1, 2, 3. രണ്ടാമത്തെ ഗ്രൂപ്പ് കളക്ട് ചെയ്തത് 3,730 രൂപ. തേർഡ് ഗ്രൂപ്പ് കളക്ട് ചെയ്തത് ഫസ്റ്റ് ഗ്രൂപ്പ് കളക്ട് ചെയ്തതിനേക്കാൾ 370 രൂപ കുറവാണ്. സെക്കൻഡ് ഗ്രൂപ്പ് കളക്ട് ചെയ്തത് 760 രൂപ കൂടുതലാണ് തേർഡ് ഗ്രൂപ്പിനേക്കാൾ. അങ്ങനെയാണെങ്കിൽ ഓരോ ഗ്രൂപ്പും കളക്ട് ചെയ്തത് എത്ര എമൗണ്ട് ഉണ്ട്? അപ്പോ